ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് ധാരണ സംബന്ധിച്ച് പ്രഖ്യാപനം ഇന്നുണ്ടാകും. RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഡൽഹിയിൽ തുടരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. വിനീത VG വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത ഇപ്പോൾ ഉള്ളത് ബീഹാറിലാണ്. ഈ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണല്ലോ. പക്ഷേ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് ക്രിസ്റ്റീന. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലാണുള്ളത്. ഇവിടെ പട്നയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആസ്ഥാനമുള്ളത് പട്നയിലാണ്. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ഈ ഓരോ പാർട്ടി ആസ്ഥാനങ്ങളിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, ഓരോ പ്രവർത്തകരും ഒക്കെയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ രാഷ്ട്രീയ ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു തുടങ്ങിയെന്ന് തന്നെ പറയാം. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയോടുകൂടി NDAയുടെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. അത് ധാരണയായി. ഇനി അടുത്തത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അടക്കം NDA ഉടൻ തന്നെ കടന്നേക്കുമെന്നുള്ളത് തന്നെയാണ്. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. അതിൽ ഒരു പ്രതിരോധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് തന്നെയാണ്. ഏതാണ്ട് 50 മുതൽ 55 സീറ്റുകൾ വരെ കോൺഗ്രസിന് നൽകാമെന്നുള്ളത് തന്നെയായിരുന്നു RJDയുടെ നിലപാട്. പക്ഷേ ഞങ്ങൾക്ക് 60 സീറ്റുകൾ വേണമെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ 60 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒരു 10 സീറ്റുകളിൽ സൗഹൃദ മത്സരം ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ഭീഷണി എന്ന തരത്തിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിനായി RJD നേതാക്കൾ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഡൽഹിയിൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ എത്തിയിട്ടുണ്ട്. അവരിന്ന് രാഹുൽ ഗാന്ധിയുമായും മറ്റ് കോൺഗ്രസ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അധികം വൈകാതെ തന്നെ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ധാരണ ഉണ്ടായേക്കും. ഇടതു പാർട്ടികൾ ആദ്യഘട്ടത്തിൽ 37 സ്ഥലങ്ങളിൽ ഇടതു പാർട്ടികൾ മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ചില പാർട്ടികൾ CPI ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. എന്നാൽ അവർ ഏത് നിലയിൽ പരിഗണിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഏതാണ്ട് ഒരു ചിത്രം, ഒരു പൂർണ്ണ ചിത്രം ബീഹാറിൽ തെളിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇരു മുന്നണികളെയും കൂടാതെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കൂടി ഇത്തവണ മത്സര രംഗത്തുണ്ട്. ഏതാണ്ട് 51 സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തേജസ്വി യാദവിന്റെ മണ്ഡലത്തിൽ നിന്ന് പ്രശാന്ത് കിഷോർ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ബീഹാറിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ മത്സരം ഇക്കുറി കൂടുതൽ കടുക്കും. ആ പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ ഒരു ചിത്രം വരുമ്പോൾ അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത്, ഏത് മുന്നണിയാണ് ബാധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ഉന്മേഷ്. ശരി, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാകുന്നതിനിടെ മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരുന്നു. സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോഴും 6 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന ഒരു പരാതിയുമായി ജിതൻ റാം മാഞ്ചിയുടെ HAM സെക്യുലറും എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് വിനീത VG ആണ് ബീഹാറിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.